ഇന്ന് നോമ്പ് 4 കേട്ടോ. രാവിലെ തന്നെ കുട്ടീനെ അടുത്ത് ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. കുറേ ആയിട്ട് ചുമ തന്നെയാണല്ലോ, ഇത് കൂടും കുറയും അങ്ങനെ തന്നെയാണ്. വീണ്ടും എല്ലാ ലിസ്റ്റും കെട്ടിപ്പറക്കി നമ്മൾ വീണ്ടും ഡോക്ടറെ കാണാൻ വന്നിക്കാണ്. കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അഡ്മിറ്റ് ആവേണ്ടി വരുന്നതാണ് കേട്ടോ. അത് കേട്ടപ്പോൾ ഇടങ്ങേറ് അങ്ങനെ നിന്ന് കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് അർഷാക്ക് വന്നു കേട്ടോ. അങ്ങനെ അർഷാക്കിൻ്റെ കൂടെ പോയിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ എക്സ്റേ എടുക്കാൻ വേണ്ടി പോവാണ്. ക്ലിനിക്കിൽ അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്തു. ഭയങ്കര കഫക്കെട്ടാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അഡ്മിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സൂചി കുത്തുമ്പോൾ ഭയങ്കരമായിട്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള കരച്ചിലിന് ശേഷം ഒരു ഉറക്കാണ്. പിന്നെ ഒരുപാട് കരഞ്ഞതിൻ്റെയും ക്ഷീണവും എല്ലാം കൂടെ ആയിട്ട് കുട്ടി കുറേ നേരം കിടന്നുറങ്ങിട്ടോ. അർഷാക്കിന് വർക്ക് ഇവിടെ തന്നെയാണ്, അതുകൊണ്ട് ഇടക്കും തലക്കൊക്കെ ഞങ്ങളടുത്ത് വന്നിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ആകെയുള്ളൊരു നേരം ബുക്ക് എന്ന് പറയുന്നത് ദിസുവാണ് കേട്ടോ. അവൻ്റെ കഥ പറച്ചിലും കുറ്റം പറച്ചിലും പിന്നെ അമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്ന് സമയം പോകാൻ ഭയങ്കര റിസ്ക് ആയിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇസു ഉറങ്ങുകയും ചെയ്തു. പിന്നെ ഇതേ കുട്ടി എണീറ്റ് ഭയങ്കര ഉഷാറായിട്ടാണ് എണീറ്റത്. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം കരഞ്ഞുകൊണ്ടും അതേപോലെ തന്നെ വാടിയിട്ടും ആണെങ്കിൽ ഭയങ്കര ഇടങ്ങാറല്ലേ. അത് കഴിഞ്ഞിട്ട് വലിയാക്കും കുട്ടികളും കുട്ടീനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇന്നത്തെ നോമ്പ് തുറന്നത് ഇങ്ങനെയൊക്കെയാണ് പോയിട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുട്ടി കരയണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല ചുമയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പനിയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസുവിന് നോമ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തണുത്തൊന്നും കൊടുക്കരുതെന്ന് ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട് അർഷാക്ക്. അപ്പോൾ അത് കിട്ടാത്ത സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇസു നല്ല ചുമയാണ് ഓനിക്കും. അപ്പോൾ അമ്മ കുറച്ചുള്ളൂ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അർഷാക്കിനോട്. അങ്ങനെ അത് കിട്ടിയപ്പോഴാണ് കേട്ടോ ഇസുവിന് സമാധാനമായത്. അത് കിട്ടുന്ന വരെ ഓനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ തണുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓനിക്കും ചുമ അധികമാവും എന്ന് മേടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി കൊടുക്കാതെ കുടിക്കുമ്പോൾ ഉമ്മാക്കും ഒരു സമാധാനമല്ല. അമ്മമാർ പിന്നെ അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അബീബും ഷീനും നൂഷക്കാക്കൊക്കെ കുട്ടീനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഓരോരുത്തർ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് മൂത്തമ്മയും പേരക്കുട്ടികളും കുട്ടീനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓര് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കടലമുട്ടായൊക്കെ തിന്നിങ്ങനെ ഇരുന്നു കേട്ടോ. ഉമ്മാക്കാണെങ്കിൽ തിരുത്തിരാ ഫോൺ കോളാണ്, ഓരോരുത്തരും ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളില്ലേ രാത്രി അർഷാക്ക് വന്നപ്പോൾ പൊറോട്ടയും കറിയൊക്കെ കൊണ്ടുണ്ടായിരുന്നു. അതായിരുന്നു കേട്ടോ നമ്മളെ ഫുഡ്. അപ്പോൾ പൊറോട്ടയും ചില്ലി ചിക്കനും പിന്നെ ഒരു കുസറാത്ത വെള്ളം കേട്ടോ. വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്തൊരു കറി, പക്ഷേ നമ്മൾ എന്ത് ചെയ്തു അത് കൂട്ടിയിട്ടാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. പലച്ചക്കുള്ള ഫുഡൊക്കെ വീട്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 11:30 കഴിഞ്ഞിട്ടാണ് അർഷാക്കും കുട്ടികളും വീട്ടിൽ പോയത്. ഹൈസു അതുവരെ കരച്ചിലായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ.